വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് അറിയോ? നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കോതോർശി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്, വേറെ ഒന്നിനുമല്ല. നമ്മുടെ കിച്ചും തുമ്പിയും കുറേ നാളായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യം. അപ്പോൾ അവരുടെ ഒരു കുഞ്ഞൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി പോകുന്നത്. രണ്ടാളും ഞങ്ങളുടെ കൂടെ ഇല്ല. ഒരാൾ സ്കൂളിൽ പോയി, ഒരാൾ അംഗനവാടി പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ പറഞ്ഞയച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരറിഞ്ഞിട്ടില്ല, അവർക്ക് എന്തായാലും സർപ്രൈസ് ആവും. അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എന്താ കുഞ്ഞു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് കേട്ടോ അവർക്ക്. അപ്പോൾ വേറെ ഒന്നുമല്ല, അവർക്കൊരു കുഞ്ഞ് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ നാളായി രണ്ടുപേരും പറയണു, അമ്മ സൈക്കിൾ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ സൈക്കിൾ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിരിക്കുന്ന വീടിൻ്റെ 4 പുറം നല്ല വലിയ വലിയ വീടുകളാണ്, ടെറസ് വീടുകൾ. വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ള എല്ലാ വീടുകളിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞ് സൈക്കിളുകളൊക്കെ കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും, വണ്ടിയിൽ പോവുകയാണെങ്കിലും, എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അവർ ഏതെങ്കിലും സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതുപോലത്തെ സൈക്കിൾ വാങ്ങിച്ചു തരുമോ. എൻ്റെ കിച്ച് കൂടുതൽ എന്നോടാണ് കേട്ടോ പറയാറുള്ളത്, അമ്മയ്ക്ക് ഇങ്ങനത്തെ സൈക്കിൾ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയാമെന്നല്ലാതെ നമ്മളെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഞങ്ങളെ കൊണ്ട് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ന് സാധിച്ചു എന്നല്ല കേട്ടോ. ഇപ്പം എന്തായാലും ആ ഒരു സംഭവം വാങ്ങിക്കേണ്ട ഒരു സമയം എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ ഞങ്ങൾ നേരെ എന്നാൽ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കും എന്തായാലും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് അതല്ല ആവശ്യം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കോതർശിക്കാണ് കേട്ടോ ആദ്യം വന്നത്. ഈ കാണുന്ന മല ഉണ്ടല്ലോ, അത് അനങ്ങന്മലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. വലിയ മലയാണ് കേട്ടോ, നല്ല വലിയ മലയാണ്. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല കേട്ടോ സൈക്കിൾ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും കൂടി വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് വീട്ടിലേക്ക് പോണ സമയത്തൊക്കെ നമ്മൾ ചിലകരയ്ക്ക് പോകുമ്പോഴൊക്കെ കോതർശിയിൽ നിന്ന് ഈ ഒരു സൈക്കിൾ കട കാണാറുണ്ട് കേട്ടോ, ഈ കട. അപ്പോൾ കിച്ചു ഇങ്ങനെ പറയും കേട്ടോ, അവന് സൈക്കിൾ കടകൾ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതുപോലത്തെ വാങ്ങിത്തരുമോ, ഇതുപോലത്തെ വാങ്ങിത്തരുമോ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഈശ്വര എന്നാണ് അവൻ്റെ കുട്ടിക്ക് ഒരു സൈക്കിളേക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുകയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേട്ടോ, ഞങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് സൈക്കിൾ ഉണ്ടെങ്കിലും ഇവർക്ക് കിച്ചുവിനും തുമ്പിക്കെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സൈസാണ് വേണ്ടുള്ളൂ. കാരണം അവർ അത്രയ്ക്കല്ലേ ഉള്ളൂ, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈസിലുള്ള സൈക്കിളുകൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ. അതൊരു ഭംഗിയും ഉണ്ടാകുന്നില്ല കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു സൈക്കിൾ. എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് കേട്ടോ, ഒറ്റയടിക്ക് എന്ത് കണ്ടാലും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് അപ്പം തന്നെ വാങ്ങിക്കണം, അങ്ങനെയാണ് എനിക്കൊരിത്. പക്ഷേ ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, നമുക്ക് ഇവിടെ നോക്കണ്ട കേട്ടോ, നമുക്ക് വേറെ എവിടെയും പോയി നോക്കി നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും സൈക്കിൾ കടകൾ ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ കോതർശിയിലാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തതുള്ളത് ഈ ഭാഗത്തൊന്നുമില്ല, ഒറ്റപ്പാലത്തേക്ക് പോകണം. അപ്പോൾ നമുക്കൊന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളപ്പോൾ. അങ്ങനെ അവിടെ നിന്ന് അവർ 1-2 സൈക്കിൾ കാണിച്ചു തന്നു. പക്ഷെ എനിക്കത് അത്രയ്ക്കായിട്ട് പിടിച്ചില്ല കേട്ടോ, ഒരു സുഖമില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടിട്ടുള്ള ഒരേ കളർ തന്നെ ഉള്ളൂ കേട്ടോ, ഈ ബ്ലൂ പിന്നെ പിങ്ക് റെഡ് ഇതൊക്കെ എല്ലായിടത്തും കാണുന്ന സൈക്കിളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്തായാലും വാങ്ങിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു സൈക്കിൾ, നല്ല ഭംഗിയുള്ളൊരു സൈക്കിൾ വാങ്ങിക്കണം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചില്ല. പക്ഷെ അവർ കുറേ കാണിച്ചു തന്നെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കത്ര വലിയതായിട്ട് പിടിച്ചൊന്നുമില്ല കേട്ടോ. ഏട്ടന് അതുപോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ കായിരിക്കുന്ന സൈക്കിളുകളൊക്കെ വലിയ വലിയ സൈക്കിളുകളാണ് കേട്ടോ, ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു, ഒറ്റപ്പാലത്തേക്ക് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ആ വഴി വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി കേട്ടോ സൈക്കിൾ കടകൾ വേറെ ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ആ ഭാഗത്തൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്ന് വിട്ടാൽ പിന്നെ ഇവിടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞ് ഷോപ്പുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റപ്പാലത്ത് കൂടെയാണല്ലോ വീട്ടിലേക്കൊക്കെ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് കയറി നോക്കി, അവിടേക്കാണ് കേട്ടോ ഇനി അടുത്തത് പോണത്. അപ്പോൾ അതൊരു കുഞ്ഞ് ഷോപ്പാണ് കേട്ടോ, വലിയ ഷോപ്പൊന്നുമല്ല. അവിടെ അധികം കളക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് തോന്നണത്. എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഞാനൊരു എന്താ പറയുക, കട അങ്ങനെ ദൂരത്ത് നിന്ന് തന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് ശ്രദ്ധിക്കില്ല, സൈക്കിൾ കടയാണ് അത്രമാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതിൽ നല്ലതുണ്ടോ നന്നല്ലാത്തുണ്ടോ എന്നൊക്കെ നമ്മൾ അത്രയ്ക്കാണ്ട് ശ്രദ്ധിക്കില്ലല്ലോ. നമ്മളെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലേ അതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ
ഇതാണ്ടില്ലേ ആ കാണുന്ന കടയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊരു കുഞ്ഞ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ, അത് സൈക്കിൾ കട തന്നെയാണോ അതോ നേരാക്കണ കടയാണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നേരാക്കണുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു വിട്ടോ ഏട്ടൻ വണ്ടി വേഗം. അവിടേക്ക് കൂടി പോയി ചോദിച്ച് നോക്കി നോക്കാം. എന്നിട്ട് എന്തായാലും ഞങ്ങൾ ഇന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കുക തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതിന് വാങ്ങിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനൊന്നും ഒരു പരാതിയും പറഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏട്ടന് കുറേയൊക്കെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഏട്ടന് പ്രാന്ത് വരും കേട്ടോ. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇതെവിടേക്ക് ആ കടയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ ആകെ 3 or 4 സൈക്കിളുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ ആൾ നേരാക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒന്നും വേണ്ട പറഞ്ഞു. പിന്നെ കുട്ടിക്കിപ്പോൾ നമ്മൾ പുതിയൊരു സൈക്കിൾ വാങ്ങിക്കാൻ പോകുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോന്നു. പിന്നെ ചെറുപ്പളശ്ശേരിക്ക് എത്തിയിട്ട് ലാസ്റ്റ് അങ്ങനെ ചെറുപ്പളശ്ശേരിയും കൂടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് പെട്ടു. പിന്നെ എന്താ ചെയ്യുക സൈക്കിൾ വാങ്ങിക്കുക. അപ്പോൾ വേറെ സൈക്കിൾ കടകളൊന്നും നമുക്ക് പിന്നെ അറിയൂല്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ചെറുപ്പളശ്ശേരിക്ക് വിട്ടു. ഇവിടെ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. കാരണം സൈക്കിൾ കടകൾ ഇല്ലായിട്ടല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണില്ല. സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടണില്ല കേട്ടോ ഒന്നും. ഒരു മനസ്സിലേക്ക് തൃപ്തി തോന്നണില്ല. നമുക്ക് എന്തെങ്കിലും കണ്ട ഒരു തൃപ്തി തോന്നണമല്ലോ. നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമാണെങ്കിലും നമുക്ക് വാങ്ങിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം വാങ്ങിച്ചാലും അതിനൊരു തൃപ്തി തോന്നണമല്ലോ. അപ്പോൾ അത് തോന്നാത്ത കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഈ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കല്ല വണ്ടിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതായി ഈ ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഞാനിങ്ങനെ സൈക്കിൾ ഷോപ്പൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ആളാണ് കേട്ടോ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കൂടുതലും പോകാറുള്ളത്. ഇവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ചധികം കളക്ഷൻസ് ഉണ്ടാകുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഇതൊക്കെ കാണിച്ചു കേട്ടോ. ഇതൊക്കെ ചെറിയ സൈസാണ് വേണ്ടത്. പക്ഷേ എനിക്കിത് ഇഷ്ടമായില്ല. കാരണം അതിന് ബാക്കിൽ സീറ്റില്ല, ഡബിൾ സീറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് കൂടി ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടി അങ്ങനത്തെ ഒരു മോഡൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആൾ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടിട്ട് ഉള്ളിലത്തെ കുറച്ച് സൈക്കിളുകൾ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂവും വേണ്ട പറഞ്ഞു. ഈ ബ്ലൂ നമ്മൾ അവിടെ കണ്ടിട്ട് വാങ്ങിക്കാതെ വന്നാണല്ലോ. അപ്പോൾ അപ്പുറത്തിരിക്കണ ഒരു എന്താ പറയുക പീക്കോക്ക് ബ്ലൂ ഉണ്ടല്ലോ, ലൈറ്റ് കളർ, അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഏട്ടനും അതെ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറ്റയടിക്ക് കണ്ടപ്പോൾ തന്നെ അത് നോക്കാമല്ലോ പറഞ്ഞിട്ടോ ഞങ്ങൾ. അങ്ങനെ അതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്ന് അതാണ് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഏട്ടൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ, ഇനി വേറെ നോക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇനി വേറെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിനോട് ഒരു ഇത് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഇനി നോക്കണ്ട, നമുക്ക് ഇതന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഈ സൈക്കിളാണ് പിന്നെ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഇതാ ഏട്ടൻ അവർക്ക് ക്യാഷൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ആൾ കുറച്ച് ക്യാഷ് കുറച്ച് തരികയൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ സൈക്കിളൊക്കെ അതേപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും സംഭവം എടുക്കുമ്പോൾ കുറച്ച് തരുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടില്ലേ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ പിടിച്ച് ഞങ്ങൾ ഇതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ വണ്ടിയൊന്നും വിളിച്ചില്ല, നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ബാക്കിൽ സൈക്കിളും പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ട് കൈയിനൊരു റെസ്റ്റ് ഉണ്ടാകുന്നില്ല, വണ്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീടെത്തിയിട്ടുണ്ട്. ഇനി അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കടന്ന് സഞ്ചാരം അടിക്കുകയായിരുന്നു കേട്ടോ, അവനൊന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി വന്നു. ആ തുമ്പിക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. രണ്ട് പേരെ സർപ്രൈസ് ആക്കണം. അവളെ അംഗനവാടിയിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളേക്കാൾ കൂടുതൽ എനിക്ക് കിച്ചുവിനെ ഒന്ന് ഞെട്ടിക്കണം എന്നിട്ടുണ്ടായിരുന്നു. കാരണം തുമ്പിക്കുട്ടിക്ക് അറിയാറായിട്ടില്ല നേരം പോലെ. സൈക്കിൾ കണ്ടാൽ ഇഷ്ടമാണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അവൾക്ക് സർപ്രൈസ് ആകുമൊന്നുമില്ല. കാരണം അതിന് മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. കിച്ചു എന്ന് പറയുമ്പോൾ അവൻ എല്ലാത്തിലും ഒരു അത്ഭുതം കൂടിയ ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ. പിന്നെ അവനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഏട്ടാ അപ്പോഴത്തേനും പുറത്ത് സൈക്കിൾ അടുക്കളയിൽ കൂടെ പുറത്തേക്ക് സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവനെ ഇമ്മർത്ത് കൂടെ കയറ്റിയപ്പോൾ അങ്ങനെ എന്താണ്ടില്ലേ കണ്ട വഴിക്ക് തന്നെ അവൻ ഓടി ചാടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സൈക്കിൾ കണ്ടപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മൊത്തത്തിൽ എന്താ പറയുക, എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. സങ്കടം പോലെയൊക്കെ വരിക, കണ്ണൊക്കെ നിറയുക കേട്ടോ ഒരു സന്തോഷം കാണുമ്പോൾ. കിച്ചുവിന് ഇതുവരെ എന്തൊരു സാധനം വാങ്ങിച്ചു കൊടുത്താലും ഇതുപോലൊരു സന്തോഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അവന് എന്ത് ഇഷ്ടപ്പെട്ട സാധനമാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇത്രയും സന്തോഷം ഞാൻ അവൻ്റെ മുഖത്ത് കണ്ടിട്ടില്ല. ഞാനല്ല ഏട്ടനും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവനൊരു പ്രത്യേക തരം സന്തോഷം കേട്ടോ. ആകെ ഞെട്ടി കേട്ടോ. അയ്യോ പ്രതീക്ഷിക്കാതെ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ സൈക്കിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സൂചന പോലും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലാണ് കേട്ടോ ആൾക്ക്. എന്തായാലും സംഭവം സൈക്കിൾ ചവിട്ടാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ. എന്നാലും വണ്ടി വാങ്ങിച്ചു കൊടുത്താലല്ലേ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയുള്ളൂ. ഇനി അവർ മെല്ലെ പഠിച്ചോട്ടെ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ കിച്ചു ശ്രമിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം ചവിട്ടിക്കഴിഞ്ഞാൽ ശരിയാവും അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളും സമാധാനിക്കണം. അപ്പം തുമ്പിക്കുട്ടിക്ക് കയറണം പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിൽ ഏട്ടൻ കയറിക്കോന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ കയറുന്നിലേക്ക് മുന്നിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരേ വാശിയിലാണ് കേട്ടോ. അപ്പോൾ കിച്ചുവിനാണെങ്കിൽ ഇറങ്ങാനും തോന്നുന്നില്ല, തുമ്പിക്കുട്ടിക്കാണെങ്കിൽ കയറാനും പൊരിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം അവനെ ഉരുട്ടി
ഏട്ടൻ സൈക്കിളൊക്കെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പിക്കുട്ടീനെ ഇരുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒപ്പിച്ച് നിർത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിച്ച് എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടോ. അവനും ഹാപ്പി, അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി കേട്ടോ. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറേ നേരം വലിച്ച് നീട്ടി തോന്നുന്നു അല്ലേ ഞാൻ. ഈ ഒരു സൈക്കിളും കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടുതൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 6 വയസ്സ് വരെയൊക്കെ അവർക്ക് ഓടിച്ച് കളിക്കാം കേട്ടോ. ഒരു 4 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം, 4 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണ വണ്ടിയാണ്. ഇതിനും ചെറിയ സൈസ് വണ്ടി ഉണ്ടോയെന്നൊക്കെ അറിയില്ല കേട്ടോ. ഇതാണ് ഏറ്റവും ചെറുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് കാലെത്തായൊന്നുമില്ലെന്നാൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കാല് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുഴപ്പമുണ്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2 പേരും ഇറങ്ങില്ല ഇതെന്ന്, അതാണ് പ്രശ്നം. ഇനി കിച്ചു ഫുഡ് കഴിക്കാനും വരില്ല, പഠിക്കാനും വരില്ല, ഒന്നിനും വരില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവന് യൂണിഫോം അഴിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ചെക്കൻ കേൾക്കണില്ല കേട്ടോ. ഇപ്പം വരാം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അതിനും കൂടി സമ്മതിക്കണില്ല. അവനാകെ ത്രില്ലിലാണ് കേട്ടോ, ചവിട്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഞാൻ റോട്ടിൽ കൂടെ ഒക്കെ പോട്ടേന്ന്, ഈ റോട്ടിക്കൊന്നും പോകണ്ടെന്നൊക്കെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു കേട്ടോ. അവൻ അതൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്താ വണ്ടിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അവൻ്റെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റിന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി ഇത് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.